സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം. ഓണം കഴിഞ്ഞാലുടൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പൊളിച്ചെഴുതാനൊരുങ്ങി സർക്കാർ. പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നും ചികിത്സ ലഭ്യമാകുന്നില്ലെന്നും ക്ലെയിമുകൾ കൂട്ടത്തോടെ നിരസിക്കപ്പെടുകയാണെന്നുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇൻഷുറൻസ് കമ്പനിക്ക് പണം കിട്ടാൻ വേണ്ടി മാത്രം തുടങ്ങിയ പദ്ധതി പോലെയാണ് മെഡിസെപ്പ് നിലവിൽ പ്രവർത്തിക്കുന്നതെന്നും ആ രീതി മാറ്റി പദ്ധതി പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ടി. സതീശൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഓണം കഴിഞ്ഞാലുടൻ മെഡിസെപ്പ് പദ്ധതി പരിഷ്കരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ബജറ്റിലും ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്നും പണം വാങ്ങിയിട്ടും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നും ചികിത്സ ലഭ്യമാക്കാതെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നതെന്ന പരാതി പരിഹരിക്കും. ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രം ഗുണകരമാകുന്ന തരത്തിലാണ് മെഡിസെപ്പ് മുന്നോട്ടു പോകുന്നതെന്ന ജീവനക്കാരുടെ ആക്ഷേപവും പരിശോധിക്കും. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകും. ജീവനക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. പദ്ധതി പുനഃക്രമീകരിക്കുന്നതിനായി ജീവനക്കാരുടെ സംഘടനകളുമായും ഇൻഷുറൻസ് കമ്പനിയുമായും ചേർന്ന് ചർച്ച നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് മെഡിസെപ്പിന്റെ നടത്തിപ്പ് കരാർ. തുടക്കത്തിൽ 500 രൂപയായിരുന്നു ജീവനക്കാർ അടയ്ക്കേണ്ടിയിരുന്ന പ്രതിമാസ പ്രീമിയം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിലവിൽ പ്രീമിയം 687 രൂപയാണ്. വാർഷിക പ്രീമിയം 8244 രൂപ. 2028 ഡിസംബർ വരെയാണ് കാലാവധി. 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ജീവനക്കാർക്ക് ലഭിക്കുക. പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ വർഷം ജനുവരിയിലാണ് ആരംഭിച്ചത്. ആദ്യഘട്ടം നടപ്പാക്കിയ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് രണ്ടാം ഘട്ടവും നടപ്പാക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്യാഷ്ലെസ് മെഡിക്കൽ സേവനം എന്നതാണ് മെഡിസെപ്പ് എങ്കിലും ഫലത്തിൽ അങ്ങനെയല്ലെന്ന ആക്ഷേപം ജീവനക്കാർക്കിടയിൽ ശക്തമാണ്. അർഹമായ ക്ലെയിം നൽകാതെയും പരാതികൾ പരിഗണിക്കാതെയും ജീവനക്കാരെയും പെൻഷൻകാരെയും വലക്കുകയാണ് ഇൻഷുറൻസ് കമ്പനിയെന്ന് ആരോപണം ഉയരുന്നുണ്ട്. ജീവനക്കാർക്ക് ഉപകാരപ്രദമായി പദ്ധതി നടത്തിയില്ലെങ്കിൽ കരാർ പിൻവലിക്കുമെന്ന് LDF സർക്കാരിന്റെ ഭരണകാലത്ത് അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാൽ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പരാതികൾ പരിഹരിക്കുമെന്നായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതികരണം.